AcuSense എന്ന് പറഞ്ഞാൽ ഹിക്വിഷൻ്റെ ഇൻ്റലിജൻറ്റ് അനാലിസിസ് ടെക്നോളജിയാണ്. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകളാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ക്യാമറകൾക്ക് മനുഷ്യനെയും അതുപോലെ കാറുകളെയും അതുപോലെ തന്നെ കാറുകളെന്ന് വെച്ചാൽ വാഹനങ്ങളെ അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളിൽ നിന്ന് മൂന്നായിട്ടും തരംതിരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ടെക്നോളജിയിലാണ് നമ്മൾ AcuSense ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ, വാഹനങ്ങൾ, മറ്റുള്ളവ എങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാനുള്ള കഴിവ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി AcuSense എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡിറ്റക്ഷനും വെഹിക്കിൾ ഡിറ്റക്ഷനും അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ക്യാമറകളാണ്. അത് നമുക്ക് ഇതുപോലെ തന്നെ അലേർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന ക്യാമറകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മുടെ DVR ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ കുറേ ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, നമ്മൾ ഈ DVR വെച്ചപ്പോഴത്തേക്കും നമുക്ക് AcuSense ക്യാമറകൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം. അപ്പോൾ അവരാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അത് തന്നെയാണ്, DVRൽ നമ്മുടെ AcuSense ക്യാമറകൾ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ AcuSense IP ക്യാമറകൾ DVRൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. AcuSense IP ക്യാമറകളിൽ എല്ലാ DVRലും വർക്ക് ചെയ്യും. അതായത് 2 മെഗാപിക്സലോ 4 മെഗാപിക്സലോ ഏത് DVRലും വേണമെങ്കിൽ വർക്ക് ചെയ്യും. പക്ഷേ AcuSense സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് AcuSense സപ്പോർട്ടഡ് ആയിട്ടുള്ള DVRകളിൽ മാത്രമാണ്. അതായത് നമ്മുടെ HQHI എന്ന് അവസാനിക്കുന്ന DVR ഒക്കെ ഉണ്ടല്ലോ, 2 മെഗാപിക്സൽ DVR. നമ്മൾ സാധാരണ അത് 4 മെഗാപിക്സൽ അപ് ടു 4 MB എന്ന് എഴുതിയിരിക്കുന്ന DVR ഒക്കെ. അപ്പോൾ ആ ടൈപ്പ് DVRലൊക്കെ AcuSense ക്യാമറകൾ ഞാൻ കണക്ട് ചെയ്ത് നോക്കി. AcuSense ക്യാമറ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ അതിനകത്ത് അലേർട്ട് വരുന്ന കാര്യത്തിനകത്ത് ഒരു പ്രശ്നമുണ്ട്. അലേർട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ സാധാരണ മോഷൻ ഡിറ്റക്ഷൻ അലേർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനകത്ത് എന്നെ ഏറ്റവും ചിരിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ സാധാരണ ഒരു DVR HQHI 2 മെഗാപിക്സൽ DVRൽ നമ്മുടെ AcuSense ക്യാമറ ഞാൻ വെച്ചപ്പോൾ വന്ന അലേർട്ടാണിത്. അപ്പോൾ ഇതൊരു നോർമൽ അലേർട്ടാണ്. പക്ഷേ ഇവിടെ കാണിക്കുന്ന മോഷൻ ഡിറ്റക്ഷൻ അലാം എന്നൊക്കെ പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞൊരു സംഭവം ഇതാണ്. 18:36 18:36 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6:36 6:37 6:38 6:39 6:40 ഇങ്ങനെയാണ് ഇവിടെ അലേർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, 36 37 38 39 40 41. ഞാൻ നമ്മുടെ AcuSense ക്യാമറ 5 മിനിറ്റാണ് വെച്ചത്. അപ്പോൾ ഓരോ മിനിറ്റിൽ ഓരോ അലേർട്ട് വെച്ചാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കോടെ ആരെങ്കിലും നടന്നപ്പോൾ ഞാനിത് ആദ്യം വിചാരിച്ചു, ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചേട്ടൻ എൻ്റെ ഇടയ്ക്കോടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് അലേർട്ട് വന്നില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഓരോ മിനിറ്റ് കൂടുമ്പോഴാണ് ഇവിടെ അലേർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ലൈൻ ക്രോസിങ് വന്നിട്ടുണ്ടായിരുന്നു. ലൈൻ ക്രോസിംഗ് എന്ന് പറയുമ്പോൾ ഓരോ മിനിറ്റ് ഇടവിട്ടൊന്നും അല്ല. പക്ഷേ ഇതിനകത്തൊരു ഞാൻ കണ്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആരെങ്കിലും അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ലൈൻ ക്രോസ് ചെയ്തെന്ന് പറഞ്ഞ് മെസ്സേജാണ് വരുന്നത്. അപ്പോൾ ഇതിലും ഭേദം ഈ സാധനം നമുക്ക് ഇതില്ല എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഇതിപ്പം അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് അലേർട്ട് വരുന്നതുകൊണ്ട് അത് കറക്റ്റായി വരാതിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാരണം ഈ ഒരു കാര്യം കണ്ടുകൊണ്ട് തന്നെ പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 2 മെഗാപിക്സലും 5 മെഗാപിക്സലും AcuSense സപ്പോർട്ടുള്ള DVRകൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിക്വിഷൻ്റെയൊക്കെ 7-2 സീരീസിൽ വരുന്ന DVRകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ AcuSense സപ്പോർട്ടുള്ളതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ബോക്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറത്ത് AcuSense സപ്പോർട്ടഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈപ്പ് DVRകൾ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങളുടെ AcuSense IP ക്യാമറ അതിൽ കണക്ട് ചെയ്യാം. ഇനി ആർക്കൊക്കെയാണ് ഈ DVR ഉപയോഗിച്ച് AcuSense ക്യാമറകൾ IP ക്യാമറകൾ കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗം കിട്ടുന്നതെന്ന് നോക്കാം. അതായത് നമ്മുടെ വീട്ടിൽ നമുക്കിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടൊരു 5 ക്യാമറ നോർമൽ ക്യാമറകളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പുതിയ NVRലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് 8 ചാനൽ NVR ആണ് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ 5 ക്യാമറകളും ഉപയോഗശൂന്യമായി പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NVRന് പകരം നിങ്ങൾക്ക് HVR എടുക്കാം. അപ്പോൾ എല്ലാ ഹിക്വിഷൻ്റെ 5 MB DVRകളും HVR എന്ന് പറയാം. HVR എന്ന് വെച്ചാൽ ഹൈബ്രിഡ് വീഡിയോ റെക്കോർഡർ. അപ്പോൾ ഈ HVR ആണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പുതിയ മോഡൽ IP ക്യാമറകൾ നിങ്ങൾ 1-2 മേടിച്ചു കഴിഞ്ഞാൽ അതും കണക്ട് ചെയ്യാം. ഈ ഇരിക്കുന്ന 5 ക്യാമറകളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ സിസ്റ്റം എന്ത് ചെയ്യാം, പുതിയ സിസ്റ്റത്തിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ പുതിയ ക്യാമറകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വാങ്ങി വയ്ക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു നല്ല ഒരു നെറ്റ്വർക്ക് ക്യാമറ CCTV ക്യാമറ സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഹിക്വിഷൻ്റെ ഈ ഒരു AcuSense ടെക്നോളജി ക്യാമറകളിൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്, DVRൽ ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്, അതുപോലെ NVRലും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ AcuSense ക്യാമറകളാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് നോൺ AcuSense NVRലോ
നോൺ അക്യൂസെൻസ് DVRലോ ഒക്കെ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നോൺ അക്യൂസെൻസ് DVR അല്ലെങ്കിൽ NVR എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ലാത്തതെന്നല്ല. അക്യൂസെൻസ് എന്നുള്ള ആ ഒരു ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്യുവർലി അക്യൂസെൻസ് NVRോ DVRോ അല്ല. അപ്പോൾ പ്യുവർലി അക്യൂസെൻസ് NVR DVR എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളതിൽ DS7608 NXI-I2/S എന്നുള്ളൊരു NVR ആണ്. ഈ NVRൻ്റെ കോസ്റ്റ് വരുമ്പോഴത്തേക്കും ഏകദേശം 21,000 രൂപയും ടാക്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും അക്യൂസെൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു 16 ചാനൽ NVR ആണെന്നുണ്ടെങ്കിൽ DS7616 NXI-I2/S ആണ്. ഇതിപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പല മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കാം. പക്ഷേ കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മോഡൽ ഈ രണ്ടെണ്ണമാണ്. അതുകൂടാതെ തന്നെ അതിൻ്റെ റേറ്റ് വരുമ്പോൾ ഇപ്പോൾ 16 ചാനലിൻ്റെ ഒരു അക്യൂസെൻസ് പുള്ളി സപ്പോർട്ട് ചെയ്യുന്ന NVR ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് 23,500 രൂപയും ടാക്സുമാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും അക്യൂസെൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു NVR എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി കോസ്റ്റ്ലി. അത് മാത്രമല്ല അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ കണക്ട് ചെയ്യുന്ന 16 ക്യാമറകളിലും അക്യൂസെൻസ് സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് NVRൽ മാക്സിമം ക്യാമറ ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമ്പർ ഓഫ് ചാനൽസ്. ഇപ്പോൾ 16 ചാനലിൻ്റെ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ 16 ചാനൽ ഫില്ലാക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു NVR നിങ്ങൾ എടുക്കുന്ന NVRന് ഒരു മാക്സിമം ബാൻഡ് വിഡ്ത്ത് ഉണ്ടാകും. ആ ബാൻഡ് വിഡ്ത്ത് എക്സീഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതിലേതാണോ ആദ്യം ഓവർകം ചെയ്ത് വരുന്നത് അതായിരിക്കും അതിനകത്ത് പറയും. ഇപ്പോൾ നമ്മളിപ്പം 16 ചാനലിൻ്റെ NVR ആണെങ്കിൽ നമ്മളതിൽ 10 ക്യാമറ വെരി ഹൈ ക്വാളിറ്റിയാണ് വെച്ചതെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് മോഡൽ NVR ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ചിലപ്പോൾ ഒരു 160 100 ആണെന്നുണ്ടെങ്കിൽ അത് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ NVRൻ്റെ മാക്സിമം ലിമിറ്റ് എത്തിയെന്ന് തന്നെ പറയാം. അപ്പോൾ എന്ത് ചെയ്യില്ല, പുതിയൊരു ക്യാമറയിൽ നമുക്ക് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ക്യാമറയുടെ ബാൻഡ് വിഡ്ത്ത് കുറച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബിറ്റ് റേറ്റ് കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ റെസൊല്യൂഷൻ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ NVR നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ അക്യൂസെൻസ് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന NVR നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ എപ്പോഴും നല്ലതെന്ന് പറയുന്നത് അക്യൂസെൻസ് ക്യാമറകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സംശയം എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ DVRൽ അക്യൂസെൻസ് IP ക്യാമറ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും വീഡിയോയിൽ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടോ എന്നായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ പറയണത് അങ്ങനെ ഒരു ക്വാളിറ്റി ഡിഫറൻസും ഒരു ക്യാമറയോ 2 ക്യാമറ വയ്ക്കുമ്പോൾ ഉണ്ടാവില്ലെന്നാണ്. കാരണം ഞാൻ ഈ വീഡിയോ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അതായത് ഞാൻ NVRൽ ഒരു അക്യൂസെൻസ് IP ക്യാമറ കണക്ട് ചെയ്ത് അതിൻ്റെ വീഡിയോ ഒരു പർട്ടിക്കുലർ ടൈം റെക്കോർഡ് ചെയ്ത ശേഷം ബാക്കപ്പ് ചെയ്തു. ഇതേപോലെ തന്നെ നമ്മുടെ നോൺ അക്യൂസെൻസ് DVR അതായത് നമ്മുടെ സാധാരണ 5MB M1FA DVRലും ഞാൻ അക്യൂസെൻസ് ക്യാമറ കണക്ട് ചെയ്തു. അതിൻ്റെ വീഡിയോയും ഞാൻ ഹാർഡ് ഡിസ്കിലേക്ക് ബാക്കപ്പ് ചെയ്തിട്ട് 2 വീഡിയോയും ഞാൻ അതിൻ്റെ മെറ്റാഡാറ്റ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് രണ്ടും സിമിലർ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ 1 or 2 ക്യാമറകളൊക്കെ നമ്മൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇങ്ങനെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ HVRൽ ഹിക്വിഷൻ്റെ ഒരു സാധാരണ 4 ചാനൽ നോർമൽ DVRൽ തന്നെ 6 IP ക്യാമറ വരെ വെക്കാം എന്ന് അതിനകത്ത് അവർ കാണിക്കുന്നുണ്ട്. 4 കൂടാതെ 2 പിന്നെ അഡീഷണൽ കയറ്റാമെന്ന്. അപ്പോൾ അത്രയും IP ക്യാമറകൾ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു NVR ഹാൻഡിൽ ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ DVRന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു 8 ചാനൽ അല്ലെങ്കിൽ 4 ചാനൽ DVRൻ്റെയൊക്കെ ബിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തേക്കുന്നത് സാധാരണ DVRൽ 10 Mbps ആണ്. അതേസമയം നമ്മുടെ സാധാരണ ഒരു NVRലാണെന്നുണ്ടെങ്കിൽ 40 അല്ലെങ്കിൽ 80 വരെ Mbps ബാൻഡ് വിഡ്ത്ത് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ NVR ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ടൈപ്പ് ക്യാമറകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ. പക്ഷേ നമുക്ക് DVR ഉള്ളവർക്കും ഇത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പൂർണ്ണമായിട്ടും അക്യൂസെൻസ് സപ്പോർട്ട് ചെയ്യുന്ന NVR എന്തിനാണ് ഹിക്വിഷൻ പിന്നെ നിർമ്മിച്ചതെന്ന് വെച്ചാൽ നോൺ അക്യൂസെൻസ് ക്യാമറകളെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യണം, അക്യൂസെൻസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ക്യാമറ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്യാമറയാണ് എന്ത് ചെയ്യുന്നത്, ഈ ലൈൻ ക്രോസിങ്ങും അതുപോലെ ഹ്യൂമൻ ഡിറ്റക്ഷനും എന്ന് വേണ്ട എല്ലാ പ്രോസസ്സിങ്ങും ക്യാമറ തന്നെയാണ് നിർവഹിക്കുന്നത്. അതിനുശേഷം ആ ഡേറ്റ എന്ത് ചെയ്യുന്നു, NVRലേക്കോ നമ്മൾ വെച്ചിരിക്കുന്ന XVRലേക്കോ HVRലേക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് അവിടെ നിന്ന് വരികയാണ് ചെയ്യുക. അപ്പോൾ ഒരു IP ക്യാമറയും ഒരു അനലോഗ് ക്യാമറയും തമ്മിൽ നമുക്ക് അക്യൂസെൻസ് എന്നുള്ള ആ ഒരു സംഭവം വിടാം. നോർമലായിട്ട് നോക്കുകയാണെങ്കിൽ ഏതൊരു IP ക്യാമറയും അതിൻ്റെ വീഡിയോ, അതിലേക്ക് വരുന്ന വീഡിയോ അത് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്ത ശേഷമാണ് അത് NVRലേക്ക് അയക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമുക്ക് NVR ഇല്ലാതെ തന്നെ നമ്മുടെ ഫോണിൽ കാണാൻ പറ്റുന്നതും അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേസമയം നമ്മുടെ നോർമലായിട്ടുള്ള ഒരു സാധാരണ ഒരു HD ക്യാമറയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ആ ക്യാമറ ഒരിക്കലും ആ വീഡിയോ പ്രോസസ്സ് ചെയ്യുന്നില്ല. അതല്ലാതെ തന്നെ DVRലേക്ക് സെൻഡ് ചെയ്തിട്ട് DVR ആണ് എന്ത് ചെയ്യുന്നത്, വീഡിയോ പ്രോസസ്സിങ് ചെയ്യുന്നത്.
അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് നമ്മൾ ആ വീഡിയോയിൽ പരതുന്നതിന് പകരം അല്ലെങ്കിൽ തിരഞ്ഞു നടക്കുന്നതിന് പകരം നമുക്ക് ആ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ അറിയാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന എല്ലാ ആളുകളും ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏറ്റവും പുതിയ ടെക്നോളജിയുടെ ഭാഗമായി മാറാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് HD ക്യാമറകളും IP ക്യാമറകളും എന്ത് ടൈപ്പ് ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനെ പറ്റിയൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് പ്രൈസ് അതുപോലെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഓഫീസ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.